ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും LS നേച്ചർ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. അതിനായിട്ട് കഴിഞ്ഞ ചക്ക സീസണിൽ ചക്ക ഉണക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വച്ചിരുന്ന ചക്കയാണിത്. ഇതുകൊണ്ട് നമുക്ക് ഒരു ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. ഞാനൊരു കപ്പ് ചക്ക എടുത്തിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് മൂടി വെച്ച് 8 മണിക്കൂറിന് ശേഷം നമുക്ക് ചക്കപ്പുഴുക്ക് തയ്യാറാക്കാം. എട്ട് മണിക്കൂർ കുതിരാൻ വെച്ച ചക്കയാണിത്. ഇത് നമുക്കിനി നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലിട്ട് വേവിച്ചെടുക്കണം. നമുക്ക് ഒരു ചട്ടിയിലിടാം. കുറച്ച് ഉപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. അടച്ചു വെച്ചിട്ട് വേവിക്കാം. ചക്ക വെന്ത് വരുമ്പോഴേക്കും നമുക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 5 അല്ലി വെളുത്തുള്ളി, 5 അല്ലി ചുവന്നുള്ളി, ഒരു 5 വെള്ളക്കാന്താരി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. നമ്മുടെ ചക്കപ്പുഴുക്ക് ഒന്ന് നോക്കി നോക്കാം. അത് വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതച്ച് കൊണ്ടുവന്ന് വെച്ച അരപ്പ് ഇട്ട് കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒരു തണ്ട് വേപ്പില ഇട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ഇത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഒന്ന് സ്ലോയിൽ വെച്ചാൽ മതി കേട്ടോ. ഇത് നന്നായി ആവി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കടുക് പൊട്ടിക്കാം. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ഗ്യാസ് ഓൺ ചെയ്യാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് പൊട്ടിക്കണം. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോൾ നമുക്കൊരു തണ്ട് കറിവേപ്പില ഇട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇത് വളരെ രുചികരമായ ഒരു പുഴുക്കാണ്. ഇത് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.